ബീഹാർ വിശ്വാസ വോട്ടെടുപ്പിൽ നിതീഷ് കുമാറിന് വിജയം. 129 വോട്ട് ഭരണകക്ഷിക്ക് ലഭിച്ചു. മഹാസഖ്യ MLA മാർ സഭയിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു. അർജുൻ പീതാംബരൻ ചേരുന്നു വിവരങ്ങൾ നൽകാൻ. അർജുൻ, BJP-യുടെയും JDU-ന്റെയും ഭാഗത്തു നിന്നുള്ള 3 MLA-മാരെ കാണാനില്ല, വിവരം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതേസമയം കേവല ഭൂരിപക്ഷം മറികടക്കാൻ കഴിഞ്ഞു. മറ്റൊരു വെല്ലുവിളികളും ഉണ്ടായിരുന്നില്ല, അല്ലേ? തീർച്ചയായിട്ടും പ്രജേഷ്, 115 വോട്ടുകൾ മാത്രമാണ് മഹാസഖ്യത്തിന് ലഭിച്ചത്. 129 വോട്ടുകൾ ലഭിച്ച JDU NDA സഖ്യം തന്നെ വിശ്വാസ വോട്ടിൽ വിജയിച്ചു. ആ 129 വോട്ടുകളിൽ RJDയുടെ 3 വോട്ടുകൾ കൂടിയുണ്ട്. പ്രഹ്ലാദ് യാദവ്, ചേതൻ ആനന്ദ്, നീലം ദേവി എന്നീ 3 RJD MLA-മാർ കൂടി ഭരണപക്ഷത്തേക്ക് കയറി ഈ JDU NDA സഖ്യത്തിന് വേണ്ടി വോട്ട് ചെയ്തു എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് നേരത്തെ JDU-യുടെ 3 MLA-മാരെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ബന്ധപ്പെടാൻ സാധിക്കില്ലായിരുന്നു. അതിൽ ഒരാൾ മടങ്ങിയെത്തി ഈ NDA സഖ്യത്തിന് വേണ്ടി വോട്ട് ചെയ്തിരിക്കുന്നു. അതിനോടൊപ്പം തന്നെയാണ് ഈ RJDയിലെ 3 MLA-മാർ കൂടി ഇപ്പോഴത്തെ ഈ NDA JDU സഖ്യത്തിന് വേണ്ടി വോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനോടകം അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിശ്വാസ വോട്ടിൽ നിതീഷ് കുമാർ വിജയിച്ചിരിക്കുന്നു. അതിനോടൊപ്പം തന്നെയാണ് അവധ് ബിഹാരി ചൗധരി, ബീഹാറിലെ സ്പീക്കറായിരുന്നു, അദ്ദേഹം കൂടി ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു. 125 വോട്ടുകൾ അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള അവിശ്വാസ പ്രമേയത്തിൽ വന്നു. അതിന് പിന്നാലെയാണ് സ്പീക്കർ കൂടി രാജിവെച്ചിരിക്കുന്നത്. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസം തന്നെ ആദ്യം മുതലേ NDA സഖ്യം വെച്ചു പുലർത്തിയിരുന്ന ആത്മവിശ്വാസം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ബീഹാറിൽ വിശ്വാസം വിജയിച്ച് നിതീഷ് സർക്കാർ.